കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വീണ്ടും ഈ രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനാ മീറ്റിംഗായിട്ട് സന്തോഷത്തോടെ സൗഖ്യത്തോടെ കൂടി വരുവാൻ ദൈവമിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും വന്ദനം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ തുടർന്നുള്ള അല്പസമയം ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ധ്യാനിച്ചതാകുന്ന ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുൻപാകെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കുകയും ആ ഭാഗം ഒന്ന് തുടർന്ന് ചിന്തിക്കുകയും ചെയ്യാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തനും ക്രിസ്തുയേശുവിൻ്റെ ദാസനുമായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൊലോസ്യർക്ക് എഴുതുന്ന ആ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ തൻ്റെ കൂട്ടു സഹോദരനാകുന്ന എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ വായിക്കുന്നത്. Every verse in the Bible is given for our instruction, and either it is for instruction or for correction or for teaching us something. ഒന്നുകിൽ നമ്മെ ദൈവത്തിൻ്റെ ഹിതം നമ്മെ പഠിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന നമ്മളെ അറിയിക്കുവാൻ ഒക്കെയാണ് വേദപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും തന്നിരിക്കുന്നത്. ഈ ഒരു വേദഭാഗവും എപ്പഫ്രാസ് എന്ന ആ ദൈവഭൃത്തിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നിശ്ചയമായിട്ടും നമ്മുടെ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈവൻ എവ്രി വേഴ്സ് ഈസ് ഗോഡ് ബ്രെത്തഡ്, അല്ലെങ്കിൽ ദൈവശ്വാസീയമാണ്. ദൈവത്തിൻ്റെ ശ്വാസം അതിന്മേലുണ്ട് എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ വാക്കുകളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പല കാര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ എപ്പഫ്രാസ് എന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ ദാസൻ, പോള് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ആ വാക്യത്തിൽ പറയുന്നുണ്ട്. ഹൂ ആൻഡ് വാട്ട് ആൻഡ് ഹൗ. 3 കാര്യങ്ങളാണ്. ഹൂ എപ്പഫ്രാസ് വാസ്, and what he prayed for, and how he prayed for. These are the 3 things: who, what and how. ഈ 3 കാര്യങ്ങളാണ് പൗലോസ് ഈ വേദഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ആ കാര്യം നേരത്തെ ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞതായതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പോൾ പറയുന്ന ഒരു കാര്യം എന്നാൽ വളരെ ശ്രദ്ധേയമാണ്. കൊലോസ്യ ലേഖനത്തിൽ അതിൻ്റെ 1:7 പോൾ ഹീ ഈസ് അവർ ഫെലോ സെർവൻറ്റ്. ഇൻ ചാപ്റ്റർ 1 and verse 7 പോൾ ഡിസ്ക്രൈബ്സ് ഹിംസെൽഫ് ആസ് എ ഫെലോ സെർവൻറ്റ്, കൂട്ടുവേലക്കാരൻ എന്ന് പറയുന്നുണ്ട്. സെർവൻറ്റ് എന്ന ആ വാക്ക് അന്ന് ആ മനുബ്രദറിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന പ്രാർത്ഥനയിൽ ഞാൻ പ്രത്യേകിച്ച് പറയുകയുണ്ടായി. സെർവൻ്റ് എന്നുള്ള വാക്ക് സ്ലൈവ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഡൂലോസ് എന്ന അർത്ഥം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്ലൈവ് എന്ന പദം ഈ ലേഖനത്തിൽ നമ്മൾ പല പ്രാവശ്യം കാണുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ
വാക്യത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ദാസൻ എന്ന് കാണുന്നു. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട്. അപ്പോൾ ഈ പ്രയോഗങ്ങളെല്ലാം, all the references in the epistle of Colossians about the servant, the root word is doulos. The meaning they clearly understood was a slave. That was the meaning, slave. So when Paul mentions doulos, they only understood in that culture and in that setting. And the word has only one meaning: a person who has no right of his own, who is permanently under the service of his master. That is the meaning. അപ്പോൾ ദാസൻ എന്ന് പറയുമ്പോൾ തനിക്ക് തന്നെ യാതൊരു അവകാശവുമില്ലാത്ത, തനിക്ക് തന്നെ യാതൊരു സ്വാതന്ത്ര്യവും താനായി തന്നെ ഇല്ലാത്ത, എപ്പോഴും യജമാനു വേണ്ടി ചിന്തിക്കുന്ന, യജമാനൻ്റെ വകയായിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഒരു ദാസൻ എന്നതുകൊണ്ട് ആ ഫസ്റ്റ് സെഞ്ച്വറിയിൽ എവിടെയും അവിടെ പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ ദാസൻ്റെ സർവീസ് എന്നുള്ളത് പലപ്പോഴും those slaves in the first century, their service to the master was involuntary. That is the peculiarity of the word. Most of them were not voluntary employees of an employer. No. Most of them, maybe because of poverty, must have sold himself or herself to a person so that he or she will be fed and taken care of, and she or he will have a roof over his or her head. And because of poverty, and maybe because of war, and maybe because of such things that happened, many people sold themselves as servants, as slave, and they were compelled, not because they wanted to be a slave, rather they were forced to be a slave. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ ദാസീദാസന്മാരെല്ലാം തന്നെ അവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെയോ അവർ നിർബന്ധിക്കപ്പെട്ടു. ഒരുപക്ഷെ യുദ്ധത്തടവുകാരായിട്ടോ അല്ലെങ്കിൽ ദാരിദ്ര്യ നിമിത്തം തങ്ങളെ തന്നെ ഒരുവന് വിൽക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റേതെങ്കിലും കവർച്ചയിലൂടെയോ അങ്ങനെയൊക്കെ സംഭവിച്ചതായിരിക്കാം. Nobody was a willing servant when Paul uses the term doulos, slave. എന്നാൽ അപ്പോസ്തലനാകുന്ന പൗലോസും പത്രോസും അവർ ആ വാക്ക് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുമ്പോൾ അവരതുപയോഗിച്ചത് ആ കാലഘട്ടത്തിലെ അർത്ഥത്തിലല്ല, നേരെ മറിച്ച് അവരുപയോഗിച്ചപ്പോഴെല്ലാം തന്നെ ആ എബ്രായ പശ്ചാത്തലത്തിലാണ്. So when Paul or Peter, when they used the term servant, slave or doulos, they always elevated that word to the level in which, you know, the Hebrew people, there was a custom. If a servant, he had to be, or she had to be set free on a certain occasion. Nobody can hold a servant permanently for life. Hebrew people are not allowed for that. And they were given an opportunity to set themselves free
occasionally, and that was the instruction given in the law of God. But there were occasions, some slaves, because they loved their masters, what they do, they would tell the master, I don't want to go away from you. And if a person do not want to leave a master, what they do according to the law of Moses, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച്, അല്ലെങ്കിൽ ആ എബ്രായ പശ്ചാത്തലത്തിൽ ചില ദാസന്മാർ അവരജമാനന്മാരെ സേവിക്കും. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഒരു സമയം വരുമ്പോൾ അവരെ റിലീസ് ചെയ്യണം. ആരെയും എന്നേക്കും പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളതാകുന്ന ഇൻസ്ട്രക്ഷൻ ദൈവവചനത്തിൽ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ എബ്രായർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ളതാകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ദാസൻ പറയുകയാണ്, ഞാൻ എൻ്റെ യജമാനനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും ഞാൻ പോകുന്നില്ല. അങ്ങനെ പറയുന്ന ഒരു ദാസൻ്റെ ചെവി നമുക്കറിയാം, ആ കട്ടിളക്കാലിന്മേൽ വെച്ചിട്ട് ഒരു ഷാർപ്പ് ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് ആ ചെവി തുളയ്ക്കും. അതൊരു സിംബോളിക് ജസ്റ്ററാണ്. അതിൻ്റെ അർത്ഥം ഈ ദാസൻ വില്ലിംഗ്ലി, ബിക്കോസ് ഓഫ് ലവ്, ഹി ഡസൻറ്റ് വാണ്ട് ടു ഗോ അവേ, ഹി വാണ്ട്സ് ടു സെർവ് ദ മാസ്റ്റർ പെർമനൻ്റ്ലി, willingly, not involuntarily, willingly, because of love, he wants to serve the master. അതായത് ആ യജമാനെ വിട്ടുപോകാൻ മനസ്സില്ലാത്തതുകൊണ്ട് സ്നേഹത്തിൽ നിന്നും ജീവിതകാലം മുഴുവൻ ഈ യജമാനനെ സേവിപ്പാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ദാസനെ കുറിച്ചാണ് പത്രോസും പൗലോസും അവരുടെ ലേഖനങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ എന്നുള്ള ആ പദത്താൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ്റെ ഒരു സവിശേഷത എന്താ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസിയുടെ സവിശേഷത എന്താ? ആ സവിശേഷത എന്നുള്ളത്, ഈ വ്യക്തി യജമാനനു വേണ്ടിയാണ് ചിന്തിക്കുന്നത്, യജമാനനു വേണ്ടിയാണ് ജീവിക്കുന്നത്, യജമാനൻ്റെ ഇഷ്ടമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യം. യജമാനനെ പ്രസാദിപ്പിക്കുന്നതാണ് ജീവിത ലക്ഷ്യം. അതാണ് ദാസൻ അല്ലെങ്കിൽ ദാസി എന്ന വാക്കിനാൽ പൗലോസ് അർത്ഥമാക്കുന്നത്. ആ എബ്രായ ചിന്തയാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എപ്പഫ്രാസ് എന്ന വ്യക്തി, അപ്പോൾ ഹിസ് എവറി എഫേർട്ട്, ഹിസ് എവറി തോട്ട്, ബ്രെത്ത്, ഹിസ് എഫേർട്ട്, everything was subject to the will of the master. യജമാനൻ്റെ ഹിതത്തിനായി തന്നെത്താൻ സമർപ്പിക്കുന്ന ഒരു ദാസൻ. ആ ദാസന് he has no life of his own, he has no rights of his own, he has no will of his own, and he has no purpose other than the purpose of the master. This is the meaning. പ്രിയപ്പെട്ടവരെ, തൻ്റേതാകുന്ന ഒരു ജീവിതമില്ല, തൻ്റേതായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രൈസ്റ്റ്, ഓൾ ഈസ് ഓഫ് ക്രൈസ്റ്റ്. ഇത് തന്നെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ കുറിച്ച്
ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ, ജോൺ 5:19, ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. നോക്കുക, യേശു കർത്താവിൻ്റെ ജീവിതം എന്തുകൊണ്ടായിരുന്നു പെർഫെക്റ്റ് ആയിരുന്നത്? വൈ ദ ലൈഫ് ഓഫ് ജീസസ് വാസ് സോ പെർഫെക്റ്റ്? The perfection, it does not mean he was sinless. Of course he was sinless, but that is not the meaning here. He was so perfect in the sense he had no will other than the Father's will. യേശുവിൻ്റെ ജീവിതം അവിടുന്ന് സമ്പൂർണമായിരുന്നു. എന്തുകൊണ്ടാ? അവിടുന്ന് പാപമില്ലാത്തത് കൊണ്ടല്ല. ഓഫ് കോഴ്സ്, തീർച്ചയായും കർത്താവ് പാപമില്ലാത്തവനാണ്. എന്നാൽ പാപമുള്ള മനുഷ്യർക്കും പെർഫെക്റ്റ് ആകാമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ഇവിടെ എപ്പഫ്രാസ് എന്താണ് പ്രാർത്ഥിക്കുന്നത്? അതാണ് ആ വിഷയത്തിലേക്ക് നമ്മൾ വരിക. വാട്ട് ഹി പ്രേസ് ഫോർ, എന്താ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ച് ഒക്കെയും, ലുക്ക് അറ്റ് ദാറ്റ് വേഴ്സ്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി. നോക്കുക, നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾ തികഞ്ഞവരാകണം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ആർക്കാ തികഞ്ഞവരാകാൻ പറ്റുന്നേ? നിങ്ങൾ തികഞ്ഞവരാകണം, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. അപ്പോൾ എങ്ങനെയാ തികയുന്നത്? മനുഷ്യരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപമില്ലാത്ത ഒരവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നില്ല. അതാര് പറഞ്ഞാലും ഞാനിപ്പോൾ പാപം ചെയ്യുന്നില്ല, നോ. Either we sin by commission or by omission. We always sin. Sometimes we are not aware of that. അതേ ആ പ്രശ്നം. ഒന്നുകിൽ കർത്താവ് പറഞ്ഞത് നമ്മൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞതിന് വിപരീതമായി നമ്മൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഒമിഷൻ ഓർ കമ്മീഷൻ, ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുക. പാപമില്ലാത്ത ഒരു പെർഫെക്ഷൻ ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ ദിസ് സൈഡ് ഓഫ് ഇറ്റേണിറ്റി ഇല്ല. അങ്ങനെ ഒരു കാര്യമില്ല. എന്നാൽ അത് ഒരു വാസ്തവമായിരിക്കെ തന്നെ ദൈവമക്കൾക്ക് പെർഫെക്റ്റ് ആകാൻ കഴിയും. എങ്ങനെ പെർഫെക്റ്റ് ആകാൻ കഴിയും? നിങ്ങൾ എൻ്റെ ഒപ്പം ചിന്തിക്കണേ. കാരണം അല്ലേ, വേദപുസ്തകം ചുമ്മാ പറയുകയല്ലോ. അതുകൊണ്ടാണ് ഈ ലേഖനം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇതിൻ്റെ 1-ാമത്തെ അധ്യായം, അതിൻ്റെ ആ ഒരു വേദഭാഗം നമ്മൾ നേരത്തെ പല ആഴ്ചകൾ ചിന്തിച്ചതാണ്. നമ്മുടെ ലോഗോയിലുള്ളൊരു കാര്യം അത് ഇടയ്ക്കൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നത് ആവശ്യമാണ്. ചുമ്മാ അത് അവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. എന്താ? 1:28. അവനെ നിങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. That was the goal. അപ്പോൾ ക്രിസ്തുവിനെ പോൾ പ്രസംഗിക്കുമ്പോൾ എന്തായിരുന്നു ഏക ലക്ഷ്യം? ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. ഏത് മനുഷ്യനെയും ആ വാക്ക് ശ്രദ്ധിക്കണം.
ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ തികഞ്ഞവരാകുന്നത്? ഒരു വാക്യം കൂടെ പോൾ പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാം. എഫേസ്യ ലേഖനം ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യം. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ. ശ്രദ്ധിക്കണം, ഈ പാപമുള്ള, അശുദ്ധിയുള്ള, ഈ വീണ്ടെടുക്കപ്പെടാത്ത ഈ ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് തികഞ്ഞവരാകാൻ പറ്റുമോ? നമ്മൾ പറയും പറ്റുകയില്ലെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, പാപമില്ലാത്തൊരു തികവ് നമുക്കിവിടില്ല. അത് നിത്യതയിലേ ഉള്ളൂ. അത് പുനരുത്ഥാന ശരീരം പ്രാപിക്കുമ്പോഴേ ഉള്ളൂ. അല്ലെങ്കിൽ സിദ്ധന്മാരാകുന്ന ആത്മാക്കളായി നമ്മൾ ദൈവസന്നിധാനത്തിലേക്ക് പോകുമ്പോഴേ ഉള്ളൂ. ജസ്റ്റ് മെൻ മെയ്ഡ് പെർഫെക്റ്റ്, കംപ്ലീറ്റ് പെർഫെക്ഷൻ. എന്നാൽ അതുവരെ പാപമില്ലാത്ത ഒരു തികവ് നമുക്കില്ല. കാരണം വചനം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. നാം പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അപ്പോൾ വി ഓൾ സിൻ. യാക്കോബ് തന്നെ പറയുന്നു, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. വി ഓൾ ഗോ അസ്ട്രേ, വി ഓൾ സിൻ. അറ്റ് ദ സെയിം ടൈം we can be perfect. How? പോൾ പറയുക, നമ്മിൽ തികഞ്ഞവർ ഒക്കെയും. ആരാണ് ഈ തികഞ്ഞവർ? മെച്ചുവർ. കാരണം ആ മെച്യൂരിറ്റി എന്താ? ആ മെച്യൂരിറ്റി മനസ്സിലാകണമെങ്കിൽ അതിന് മുകളിൽ മുതലുള്ളത് വായിച്ചാൽ മനസ്സിലാകും. കാരണം നമ്മിൽ തികഞ്ഞവരൊക്കെയും എങ്ങനെ ചിന്തിക്കട്ടെ. എങ്ങനെ ചിന്തിക്കട്ടെ എന്നാ ഒന്ന് വായിച്ചോളൂ. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. ഇങ്ങനെ തന്നെ ചിന്തിക്കട്ടെ. അപ്പം ഇങ്ങനെ തന്നെ ചിന്തിക്കട്ടെ എന്ന് പറയുമ്പം എങ്ങനെ ചിന്തിക്കണമെന്ന് നമ്മൾ ചോദിക്കണം. ഓക്കെ, അത് മനസ്സിലാകണമെങ്കിൽ മുകളിലുള്ളത് താഴോട്ട് വായിക്കണം. 7-ാം വാക്യം മുതൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാകും. See, what ought to be the thought of a person who is mature in Christ? Because thought life is very important. നമ്മുടെ ചിന്തകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അതെപ്പോഴേലും മറന്നീക്കി പുറത്തു വരും. ഫോർ എവർ നമുക്കത് ഹൈഡ് ചെയ്യാനൊന്നും പറ്റുകയില്ല. ഇറ്റ് ഹാസ് ടു കം ഔട്ട്, അല്ലേ? പോൾ പറയുക, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും. ഒന്ന് വായിച്ചു വന്നേ, നമുക്കതൊക്കെ വായിക്കുന്നത് നല്ലതാ. വായിച്ചു. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു. ആരാ തികഞ്ഞവര്? പോൾ പറയുക, തികഞ്ഞവരുടെ ലക്ഷ്യവും ഹൃദയത്തിൻ്റെ താല്പര്യവും എന്താണെന്ന് പറയുക, ക്രിസ്തു. വായിച്ചോളൂ. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത, the excellency of the knowledge of Christ Jesus my Lord. Excellency. ആ എക്സലൻസി എന്താ? ആ എക്സലൻസി എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പം പോളിന് വേറെ ഒരു കാര്യവും
വലുതല്ല. നത്തിങ്, വേറെ ഒന്നും വലുതല്ല. ശ്രദ്ധിച്ചേ, താഴോട്ട് വായിച്ചു. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, പിന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. ക്രിസ്തു, അപ്പൊ കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലിവിങ് by faith in the Lord Jesus Christ, and the vision is of the Lord Jesus Christ, all of Christ, എല്ലാം ക്രിസ്തു. അത് പറഞ്ഞു വന്നേച്ച് പറയുക, അങ്ങനെ ഞാൻ മുൻപോട്ട് ഓടുകയാ. I am pressing towards the goal. ഞാൻ മുൻപോട്ട് ഓടുകയാ, പിൻപിലുള്ളതിനെ മറന്നിട്ട് മുൻപിലുള്ളതിനായി. If there is no progress in Christian life, there is no Christian life, because there is nothing called a stagnant Christian life. ഓരോ വർഷം കഴിയുമ്പം, ഓരോ ദിവസം കഴിയുമ്പം കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നോ അതോ കുറയുന്നോ? ലോകത്തോടുള്ള സ്നേഹം കൂടുകയാണോ? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. സി, അതിൻ്റെ പേരാണ് മെച്യൂരിറ്റി, തികവ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ വർഷങ്ങളുടെ വളർച്ച നമുക്കുണ്ടാകണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ നഥനയേൽ, അവൻ്റെ കൊഞ്ചിക്കുഴഞ്ഞുള്ള വാക്ക് കേൾക്കാൻ ഇപ്പം പേരൻസിന് ഇഷ്ടമാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. പത്ത് വർഷം കഴിഞ്ഞാലോ? 10 വർഷം കഴിയുമ്പോഴും അങ്ങനെയാ സംസാരിക്കുന്നതെങ്കിലോ? ആ ബിഹേവിയർ ആണെങ്കിലോ? അപ്പം എന്താ ഈ മെച്യൂരിറ്റി? കാലത്തിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാകണം. വർഷങ്ങൾക്ക് മുൻപുള്ള ബിഹേവിയർ ആണോ ഇപ്പോഴും, അതോ മാറ്റമുണ്ടോ? സി, ഇതിൻ്റെ പേരാണ് തികവ്. നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ ലക്ഷ്യത്തിന് വ്യത്യാസം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, മുടിയനാകുന്ന പുത്രനെന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന അദ്ദേഹം പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരാൻ അവനെ പ്രോംപ്റ്റ് ചെയ്തത് അവൻ്റെ വിശപ്പായിരുന്നു. പക്ഷെങ്കിൽ അപ്പൻ്റെ സന്നിധാനത്തിലേക്ക് ചെല്ലുമ്പം, പ്രിയപ്പെട്ടവരെ, അവനെ പ്രോംപ്റ്റ് ചെയ്തത് അതാണ്. പക്ഷെങ്കിൽ അപ്പൻ്റെ വീട്ടിൽ ചെന്നിട്ട് അപ്പൻ ആഹാരം തരുന്നത് കൊണ്ട് അപ്പനെ ഞാൻ സ്നേഹിക്കാമെന്ന് പറഞ്ഞാൽ ആ അപ്പന് തോന്നുന്ന മനോവിഷമം എത്ര ആയിരിക്കും? മനസ്സിലാവുന്നുണ്ടോ ഞാൻ? ഓക്കെ, അവൻ അപ്പൻ്റെ സന്നിധാനത്തിലേക്ക് വരാൻ കാരണമായി തീർന്നതാ. അങ്ങനെ ആയിരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ കർത്താവിങ്കിലേക്ക് വരാൻ കാരണമായി തീർന്നതിന് പല കാരണങ്ങൾ കാണും. പക്ഷെങ്കിൽ once you come to Christ, once you gaze upon the beauty and the grandeur of the glory and the excellence of Christ, you don't want to go back if you are truly of Christ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ട ഒരു ഭക്തന് പിന്നെ ഇതാണ് മനസ്സ്. ഏത് മനസ്സ്? എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്യുക? ക്രിസ്തുവിൻ്റെ എക്സലൻസി കണ്ടു കഴിഞ്ഞപ്പോൾ ലാഭമായിരുന്നത്
ഛേദമെന്ന് ഞാൻ എണ്ണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ സഭയിൽ പ്രസംഗിക്കേണ്ടത്. ഇതാണ് നമ്മൾ കൺവേർട്സിനോട് പറയേണ്ടത്. കാരണം ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കേണ്ടത്. ക്രിസ്തുവാണ് വലുത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ശുശ്രൂഷയിലാണ് പോൾ പറയുന്നത്, എൻ്റെ ലൈഫ് ഗോൾ എന്ന് പറയുന്നത് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. അതാണ് ലക്ഷ്യം. പോളിൻ്റെ ആ താല്പര്യത്തിന് പോളിനെ പ്രാർത്ഥനയിൽ തുണയ്ക്കുന്ന ഈ എപ്പഫ്രാസ് എന്ന ദാസൻ താനെന്താ പറയുന്നത്? നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കണം. അപ്പോൾ ഈ ദൈവഹിതം, ആ സ്റ്റാൻഡ് എന്ന പദത്തിന് വളരെ ഇമ്പോർട്ടൻസ്. യു സ്റ്റാൻഡ് ഫേം, യു ടേക്ക് യുവർ സ്റ്റാൻഡ്, യു ഡോണ്ട് ഗിവ് അവേ യുവർ ഗ്രൗണ്ട് ഈവൻ വെൻ assaults are there spiritually. You take your stand. That is the meaning. അതായത് എഫേസ്യ ലേഖനത്തിൽ അത് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഉറച്ച് 6-ാമത്തെ അധ്യായത്തിൽ ദുർദിവസത്തിൽ stand firm. How you stand firm? You stand firm when you know that you are in the perfect will of God. മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിൽ ദൈവഹിതത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ ഉറച്ചു നിൽക്കാനായിട്ട് കഴിയും. നത്തിങ് വിൽ assault us. അതൊന്നും നമ്മളെ മൂവ് ചെയ്യാൻ പറ്റുകയില്ല. ഇനിയും നമ്മൾ ചിന്തിക്കണം, ഈ ദൈവഹിതം എങ്ങനെയാണ് മനസ്സിലാകുന്നത്? പ്രധാനമായിട്ട് 2 നിലകളിൽ ആ ദൈവഹിതം ഉള്ളത്. ഒന്ന്, എല്ലാ ദൈവമക്കളെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഹിതം. അതെവിടാ മനസ്സിലാക്കുന്നത്? വേദപുസ്തകം വായിക്ക്, ഇല്ലേ? നമ്മുടെ കുശുമ്പും കുന്നായ്മയും അമർഷവും പകയും പിണക്കവും ഇതൊക്കെ ഒന്ന് മാറ്റണമെന്ന് വല്ല പ്രവാചകനും വന്ന് തലയെ കൈവെക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? എൻ്റെ പൊന്നെ, അതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് എഴുതി തന്നേക്കുക. അതെല്ലാവർക്കും ആപ്ലിക്കബിളാ. നോബഡി ഈസ് എക്സംപ്റ്റ്. അത് ഒരു പ്രവാചകനും നിനക്ക് ഇച്ചിരി കുറവുണ്ട് കേട്ടോ പറയേണ്ട ആവശ്യമില്ലെന്നേ. കാരണം എനിക്ക് എന്നെ തന്നെ നോക്കാമല്ലോ. Am I loving as the word tells me? Am I a humble person as the word tells me? Am I walking in truth as the word tells me? എനിക്ക് എന്നോട് തന്നെ ചോദിക്കാമല്ലോ. ദൈവഹിതം സംബന്ധിച്ച് ജനറലായിട്ടുള്ള പൊതുവായിട്ടുള്ള ദൈവത്തിൻ്റെ ഹിതം. എന്നാൽ there is another kind of will which is particular, which may be different for different people. Okay, നമ്മൾ അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 12:2 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പോൾ എവിടെയാ നമ്മുടെ ദൈവത്തിൻ്റെ ഹിതം എഴുതുന്നത്? നമ്മുടെ മനസ്സ്, മൈൻഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൈൻഡ്, സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് above. മൈൻഡ്. നമ്മുടെ വാല്യൂ സിസ്റ്റം എന്തായിരിക്കണം? നമ്മുടെ വാല്യൂ സിസ്റ്റം സ്വർഗത്തിൻ്റേതായിരിക്കണം. ഓക്കെ, ഈ ഭൂമി നമ്മൾ ജീവിക്കുന്നു, പക്ഷേ എൻ്റെ വാല്യൂ സിസ്റ്റം ഉയരത്തിൻ്റേതാണെങ്കിൽ
എൻ്റെ ജീവിതത്തിലെ ഒരു ഗിവൺ സിറ്റുവേഷനിൽ, ഒരു പ്രത്യേക വിഷയത്തിൽ ഞാൻ ഡിസിഷൻ എടുക്കാൻ വരുമ്പോൾ ഒന്നാമത് ഞാൻ ചിന്തിക്കാൻ പോകുന്നത്, ഹൗ ഈസ് ഇറ്റ് ഗോയിങ് ടു അഫക്റ്റ് മൈ സ്പിരിച്വൽ ലൈഫ്? Do we filter everything through this? That's what. അല്ലേ? അതാ നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം, അല്പമല്ല, പൂർണ്ണ നിശ്ചയം. എല്ലാ നിലയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹൗ ദിസ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് മൈ ലൈഫ്? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത്ര കൃത്യമല്ലാത്ത ഒരു ലാഭം ഉണ്ടാകുന്നിരിക്കട്ടെ. ഇച്ചിരി ഗ്രേ ആണത്, ഇച്ചിരി അല്പം ഗ്രേയാണ്. വാട്ട് ഡു വി ഡു? അറ്റ് ബെസ്റ്റ് നമ്മൾ ചെയ്യുന്ന അതുണ്ടേലല്ല നോർത്ത് ഇന്ത്യയിലെ വർക്കിനൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ പൈസയും കൊണ്ടൊന്നും നോർത്ത് ഇന്ത്യയിലെ വർക്ക് നടത്താൻ തക്കവണ്ണം അത്ര ദരിദ്രനൊന്നും അല്ല കർത്താവ്. മനസ്സുണ്ടേ കൊടുത്തേച്ചാൽ മതി. God knows how to build his church. ഞാൻ അതിനകത്ത് വളരെ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. പലപ്പോഴും നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ ഒരു പ്രിവിലേജായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടി, കേട്ടോ. അല്ലാതെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളേതാണ്ട് വലിയ ആൾക്കാരാണെന്നൊന്നും ആരും ചിന്തിക്കരുതേ. അയ്യോ, അതുകൊണ്ടാണ് മാസിഡോണിയൻ ബിലീവേഴ്സിനെ കുറിച്ച് 2 Corinthians chapter 8 പോൾ എഴുതുമ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, പോളെ ഇത് പ്ലീസ് ഇത് കൊണ്ടുപോ എന്ന് പറഞ്ഞ് താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചെന്നാണ് പറയുന്നത്. അല്ലേ? അങ്ങനെ തന്നെയാണ്. 2 Corinthians 8 മുതലുള്ള വാക്യം വായിച്ചു നോക്ക്. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അവർ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി. അപ്പോൾ ധനമല്ല സന്തോഷ സമൃദ്ധിയുടെ ആധാരം. അത് നമ്മൾ മനസ്സിലാക്കണം. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യം. ഇത് ഞാൻ എപ്പോഴും ആ വാക്യം വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒന്നിച്ചു പോകുന്നത്? മഹാദാരിദ്ര്യവും സന്തോഷ സമൃദ്ധിയും. മഹാദാരിദ്ര്യം ഒരു വശത്ത്, സന്തോഷ സമൃദ്ധി മറുവശത്ത്. അതിൻ്റെ നടുവിൽ കഠിന ശോധന. ഇതിൻ്റെ നടുവിൽ മാസിഡോണിയൻ ബിലീവേഴ്സ് എന്തായിരുന്നു? സന്തോഷം. എന്നിട്ട് അവർ പറഞ്ഞത് കാര്യം താഴ്ത്തൊന്ന് വായിച്ചു. ഞങ്ങളോട് പറഞ്ഞു, വായിച്ചു. അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവൻ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും. നോക്കുക, ഞങ്ങളോട് അപേക്ഷിച്ചെന്ന്. അതാ അവിടുത്തെ വിഷയം. പോൾ എന്നവിടെ ഫണ്ട് റൈസിങ് ഡ്രൈവ് ഒന്നും നടത്തിയില്ല. അവർ പറയുക, പോളെ ഞങ്ങളുടേതൂടെ കൊണ്ടുപോണേ പ്ലീസ്. ഞങ്ങളോട് അപേക്ഷിച്ചെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നതെന്താ? ദൈവഹിതം നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പം, നമ്മുടെ മനസ്സ് ദൈവവചനത്താൽ കണ്ടീഷൻ ചെയ്യപ്പെടുമ്പോൾ, പ്രാർത്ഥനയിൽ നമ്മൾ ദൈവസന്നിധാനത്തിൽ ഒരു ദാസനെ പോലെ സമർപ്പിക്കുമ്പോൾ, കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? കുഞ്ഞെ, ദിസ് ഈസ് വാട്ട് ഈസ് മൈ വിൽ ഫോർ യു. ദൈവം എഴുതും. അത് വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയും. നമ്മൾ കർത്താവിനോട്, കർത്താവേ എനിക്ക് ഇതിന് താല്പര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയാമല്ലോ. പക്ഷെങ്കിൽ എൻ്റെ താല്പര്യം അതാണെങ്കിലും എൻ്റെ ആഗ്രഹം അങ്ങയുടെ ഹിതമാണ്. അതുകൊണ്ട് എൻ്റെ താല്പര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഈ താല്പര്യങ്ങൾ വരുന്നത് കൊണ്ട് പലപ്പോഴും
നമ്മൾ ചിന്തിക്കും നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോഡ്സ് വിൽ എന്ന്. ഭയങ്കര തെറ്റാത്. കാരണം ജെരമ്യാവ് പറയുന്ന ഹൃദയം സകലതിനേക്കാളും ഡിസപ്റ്റീവാണ്. പ്രത്യേകിച്ച് ഇമോഷൻസ് നമ്മളുടെ തീരുമാനങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ റോങ് ആകും. നമ്മുടെ വൈകാരിക തലത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്താൽ we will end up in such a bad situation. പല സന്ദർഭങ്ങളിലും പലരുടെയും പ്രശ്നം അതാ. അവർ ഇമോഷണലായിട്ടങ്ങ്, അത് സഭയിലാന്നേലും അങ്ങനെ, ഞാൻ ഇനിയൊന്നുമില്ല. ഇത് പറഞ്ഞ ഇമോഷൻ എന്തുകൊണ്ടാണ് ഇമോഷൻ? ഹൃദയമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഹൃദയം എന്ന് ഞാൻ പറയുമ്പം നമ്മുടെ ഈ ഇടിക്കുന്ന ആ സാധനമല്ല. ഹൃദയം എന്ന് വേദപുസ്തകം അർത്ഥമാക്കുന്ന ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. എന്നാൽ പോൾ പറയുന്നത് എന്നറിയാമോ? നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. എങ്ങനെയാണ് മനസ്സ് പുതുക്കപ്പെടുന്നത്? മനസ്സ് പുതുക്കപ്പെടുന്നത് ദൈവവചനത്താൽ. ദൈവവചനം എൻ്റെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യാൻ തുടങ്ങും. ഞാൻ ദൈവവചനപ്രകാരം ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ കർത്താവ് എൻ്റെ ജീവിത സാഹചര്യത്തിൽ, ഓരോ ജീവിത സാഹചര്യത്തിലും ആ ദൈവവചനപ്രകാരം ഞാൻ മനസ്സിനെ റിന്യൂ ചെയ്യുന്ന, ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ കർത്താവ് എന്നോട് പറയും, ഹൃദ്യമായി ഇടപെടും, നോ, ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു, ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ് ടു സേ. അതുകൊണ്ടാണ് കേൾപ്പാൻ വേഗവും പറവാൻ താമസവും. ഇമോഷണൽ കൺട്രോളിലേക്ക് വരുമ്പം പെട്ടെന്ന് പറയും, വരുന്നതെല്ലാം വിളിച്ചു പറയും. നോക്കിയേ, എന്നാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതത്താൽ നമ്മൾ കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന എന്നറിയാമോ? ദൈവഹിതം സംബന്ധിച്ച് നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരായി തരണം. പ്രത്യേകിച്ച് ഞാൻ മൂന്നാമതൊരു കാര്യം കൂടെയുണ്ട്, ഹൗ ഹി പ്രേയ്ഡ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവൻ പ്രാർത്ഥനയിൽ എപ്പോഴും പ്രത്യേകിച്ച് പോരാടുന്നു എന്ന പദം, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു വാക്കാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ രാത്രി സമയം നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമുക്ക് അനുഗ്രഹമായിട്ട് വരണം. നമ്മുടെ ജീവിതം, നമ്മൾ കർത്താവിന് വേണ്ടിയിട്ടുള്ളവരാ. നമ്മളെ കർത്താവ് രക്ഷിച്ചെന്നുള്ളത് നമ്മൾ ദൈവത്തിന് ചെയ്തൊരു ഫേവറൊന്നുമല്ല. നമ്മളോട് ദൈവം കാണിച്ച മഹാകരുണയാണ്, ദൈവത്തിൻ്റെ മഹാകരുണയാണ്. അതുകൊണ്ടാണ് കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രി സമയം നാം ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിത്തീരണം. അതുകൊണ്ടാണ് പോളിൻ്റെ പ്രാർത്ഥനയും ആ 1-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ഇഷ്ടത്തിലും നിങ്ങൾ നിറഞ്ഞു വരണം. എല്ലാ ഇഷ്ടത്തിലും, അങ്ങനെയാണെന്ന് തോന്നുന്നു ആ വാക്യം. 1-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിലാണ് പോളിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ പോളും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഹൃദയങ്ങളോട് സംസാരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം ദൈവഹിതപ്രകാരമാകട്ടെ. നമുക്കൊരു ഒരു എന്താ പറയുന്നത്, ആ ദൈവവചനത്തിൻ്റെ, ആ സ്വർഗത്തിൻ്റെ വാല്യൂ സിസ്റ്റത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെ
ഒത്തിരി കാലമൊന്നുമില്ല, കുറച്ച് കാലമേ ഉള്ളൂ. ഇനി എത്ര കാലം ഉണ്ടെന്ന് അറിയാനും വയ്യ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം ഇതൊരു ബോണസാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുക. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്? ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ദൈവഹിതം ചെയ്യുന്നത്? ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് നിലനിൽക്കുന്നത്? ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്? ഇപ്പോഴാണ് അതിനുള്ള സമയം. അതിനായിട്ട് ദൈവം നമുക്കിടയാക്കട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രിയ അച്ചായൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും.